കോഴിക്കോട് DCC സെക്രട്ടറി വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ ഇബ്രാഹിമിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ്. 75 ലക്ഷം രൂപയോളമാണ് DCC സെക്രട്ടറി സുധീർ കുമാർ പ്രസിഡന്റായിരുന്ന കടത്തനാട് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇബ്രാഹിം നിക്ഷേപിച്ചിരുന്നു. എന്നാൽ ഈ പണം തിരികെ നൽകിയില്ല എന്ന് ബന്ധു കുഞ്ഞഹമ്മദ് ആരോപിച്ചു. പണം നൽകിയതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും നിയമപരമായി നടപടി സ്വീകരിക്കുമെന്നും ഭാര്യ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇബ്രാഹിം ആത്മഹത്യ ചെയ്തത് കടത്തനാട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ അത് തിരികെ ലഭിക്കാത്തതിലുള്ള മനോവിഷമത്തിലാണെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് നേരത്തെ തന്നെ 2021 22 ലക്ഷം രൂപ DCC സെക്രട്ടറി ആയിട്ടുള്ള സുധീർ പ്രസിഡന്റായിരുന്ന സമയത്ത് ഇബ്രാഹിം നിക്ഷേപിക്കുന്നത്. 2023 വരെയായിരുന്നു കാലാവധി. പക്ഷെ കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിച്ചില്ല. സുധീറിന്റെ പുറകിൽ നടന്ന് ഒരുപാട് തവണ ആവശ്യം പറയുകയും പണം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ നാളെ ഇതുവരെ ഈ പണം തിരികെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇബ്രാഹിമിന്റെ ഭാര്യ ഫൗസിയ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഇത്രയും പണം നിക്ഷേപിച്ച കാര്യം ഇബ്രാഹിം പറഞ്ഞിരുന്നു. പൈസ ഇങ്ങനെ വെച്ചിക്ക് കൊടുത്തൊക്കെ സമയം ചോദിച്ചിട്ട് തിരിച്ചു തരുന്നില്ല. ഇതിന് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? 22 ലക്ഷം രൂപ അവിടെ നിക്ഷേപിച്ചതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ വഴിയാണ് സുധീറിനെ പരിചയപ്പെടുന്നതും പണം നൽകുന്നതും എന്നാ കേട്ടത്. ഡോക്യുമെന്റ്സ് ഒക്കെ ഇബ്രാഹിം സൂക്ഷിച്ചിട്ടുണ്ട്. അതുമായിട്ട് ഇനി ബാങ്കിലേക്ക് സൊസൈറ്റിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മോൻ വരുന്നുണ്ട്. മോൻ വരട്ടെ, എന്നിട്ട് മോൻ തീരുമാനിക്കും. മോൻ നാളെ എത്തു. കുവൈത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതുണ്ടോ? അത് തന്നെ, ശരിക്കും അന്വേഷണം വേണം. എന്താന്ന് സത്യം അറിയണം. 75 ലക്ഷം രൂപയോളം നിക്ഷേപിച്ചത്. പക്ഷെ വടകര സ്റ്റേഷനിൽ ഇബ്രാഹിം കൊടുത്ത പരാതിയിൽ 22 ലക്ഷം രൂപ അദ്ദേഹത്തിന് തിരികെ ലഭിക്കാനുണ്ട്. അത് ലഭിക്കുന്നില്ല എന്ന് കാണിച്ചുള്ളതായിരുന്നു പരാതി. അപ്പോൾ എങ്ങനെയാണ് 75 ലക്ഷത്തിലേക്ക് മാറുന്നത്? അത് പല ഫാമിലി തന്നെ മക്കളെയും മറ്റ് പലരുടെയും പേരിലായിട്ട് നിക്ഷേപിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അയാളെ പേരിൽ ചിലപ്പോൾ 22 ആയിരിക്കും. നിയമപരമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഷുജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.